ഹായ്, എന്താണ് ഒരു മോഡലിങ്ങിലെ ഫിറ്റിംഗ് ഡേ, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, എന്തിനാണ്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട്. ഫിറ്റിംഗ് ഡേ നമുക്ക് ഷൂട്ടോ ഒരു ഫാഷൻ ഷോയോ വരുന്നതിന് മുമ്പായിട്ട് ഡിസൈനർ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് അതിലേക്ക് സെലക്ട് ആയ മോഡൽസിനെ ട്രൈ ചെയ്ത് അവർക്ക് എത്രത്തോളം അത് മാച്ച് ആണെന്നും അതിലിനി എന്തെങ്കിലും കറക്ഷൻ വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫിറ്റിംഗ് ഡേക്ക് അവർ വിളിക്കുന്നത്. ഫിറ്റിംഗ് ഡേ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അവിടെ നമുക്ക് ഡിസൈനർ തരുന്ന ഡ്രസ്സ് ചിലപ്പോൾ ഓവർ സൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഓവർ ടൈറ്റ് ആയിരിക്കാം. എല്ലാ ഇൻഫോർമേഷനും അടങ്ങിയ ഒരു കാസ്റ്റിംഗ് കോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലവർ മെൻഷൻ ചെയ്യും കാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ആ കാസ്റ്റിംഗ് ഏത് ദിവസത്തിലാണെന്ന്, അതേപോലെ കോൾ ബാക്സ് ഉണ്ടെങ്കിൽ ആ കോൾ ബാക്സ് ഏത് ദിവസത്തിലാണെന്ന്, ഫിറ്റിംഗ്സ് ഡേ ഉണ്ടെങ്കിൽ ഫിറ്റിംഗ്സ് ഡേ എന്നാണെന്ന്, അതേപോലെ ഷൂട്ട് ഡേറ്റ് ഏതാണെന്ന്. ഇവിടെ ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്തൊരു ഫിറ്റിംഗ്സിൻ്റെ BTS വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഓൾമോസ്റ്റ് ഞാൻ അവിടെ ഒരു 35 ഡ്രസ്സസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളിലെല്ലാം അവർ പിൻ ചെയ്ത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്ത് സൈസും എല്ലാം മെൻഷൻ ചെയ്ത് ഓരോ ഡ്രസ്സിലും പിൻ ചെയ്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫാഷൻ ഷോയ്ക്ക് മുമ്പുള്ള ഫിറ്റിങ്സ് ആണെങ്കിൽ നമുക്കൊരു 4-5 ഡ്രസ്സുകളുടെ ട്രയലായിരിക്കും ചെയ്യേണ്ടി വരിക. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ബ്രാൻഡിൻ്റെ ഷൂട്ടാണ്. അതിൽ ഓൾമോസ്റ്റ് ഒരു 35 ഡ്രസ്സ് എനിക്ക് ട്രയൽ ചെക്ക് ചെയ്യേണ്ട വന്നു. അതിലെല്ലാവരും മെഷർമെൻ്റ് എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഡിപ്പെൻഡ് ആയിരിക്കും. നമ്മൾ ചില സമയത്ത് ഫിറ്റിങ്സിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് അവർ 3-4 ഡ്രസ്സ് മാത്രം ട്രയൽ ചെക്ക് ചെയ്യും, ബാക്കിയെല്ലാം അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യും. ചില ക്ലയൻറ്റ് അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് ഷൂട്ട് ഡേറ്റിൽ എത്ര ഡ്രസ്സ് നമുക്ക് ഇൻക്ലൂഡഡ് ആണോ ആ എല്ലാ ഡ്രസ്സും ഫിറ്റിംഗ് ഡേയിൽ നമുക്ക് ട്രയൽ ചെക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ഷൂട്ടിന് പോകുന്ന അതേ ഒരു എനർജി, അതേ ഒരു കോൺഫിഡൻസ്, അതേ ഒരു നീറ്റ് അത് ഫിറ്റിംഗ് ഡേയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഫിറ്റിംഗ് ഡേയിൽ നിങ്ങൾ ആ ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ ഡിസൈനർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നണം ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഈ ഒരു ഡ്രസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന്, ഇയാൾക്കൊണ്ട് ഇത് പറ്റില്ല. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും, കാസ്റ്റിംഗ് സെലക്ട് ആയിട്ടുണ്ടാവും, ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഫിറ്റിങ്ങിൻ്റെ സ്റ്റേജിലെത്തുന്ന സമയത്ത് നമ്മളവർ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിറ്റിംഗ് ഡേയും ഷൂട്ട് ഡേ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ മോഡലിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. See you.